അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ഏറ്റവും ചിലവ് ചുരുക്കിയിട്ട് ഫ്ലോറിങ് വിരിക്കുക എന്നുള്ള ഒരു ടിപ്സായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാലേ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് 2-4 ടൈൽസാണ് നമ്മൾ ഇതിൽ ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതറിയണം. അപ്പോൾ അതറിയാണ്ട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് ഓരോന്ന് പറയരുത്. നിങ്ങൾ ചെയ്ത് നോക്കുക, ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് 2 റൂം ഇട്ടിട്ടാണ് നമ്മൾ ഹാള് ഇത് ഒട്ടിക്കണത്. അപ്പോൾ ഇതിൽ കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യമാണ് ഹാളിൽ മാത്രം സ്പേസർ മതി എന്നാണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ബെഡ്റൂമുകളിലൊന്നും സ്പേസറിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയണത്. എന്താ വെച്ചാൽ അവിടെ അലമാറയും കട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫ്ലോറിങ് അധികം കാണില്ല എന്നുള്ള ഇതാണ്. അതുകൊണ്ട് പിന്നെ അതേപോലെ ചിലവും കൂടുമല്ലോ, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തിരിക്കണം, ബെഡ്റൂമുകളിലേക്ക് നമുക്ക് ഇത് വേണ്ടാന്ന്, സ്പേസർ വേണ്ടാന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ട് അതെല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം 2 റൂം വിരിച്ചതിന് ശേഷം നമ്മൾ ഹാൾ ഒട്ടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഹാൾ ഒട്ടണത് 2 റൂം ഇട്ടതിന് ശേഷം ഹാൾ ഒട്ടുമ്പോൾ ഹാളിൽ ഒരിക്കലും ക്രാക്ക് കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ അഴുക്കാകണത് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ 2 ബെഡ്റൂം ഇട്ടിട്ട് ഇടുന്നത്. അപ്പോൾ ഈ 2 ബെഡ്റൂം ഹാളിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ വിടവുണ്ടല്ലോ, ഈ കട്ട്ള ഡോറ് ഭാഗത്തേക്ക് നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ പീസാണ് ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്രാനൈറ്റിൻ്റെ പീസ് ഒരൊറ്റ പീസ് ഇട്ടിട്ട് ഒരു ബോർഡർ പോലെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും. ആ ഗ്രാനൈറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് എക്സ്ട്രാ വേറെ എന്തെങ്കിലും കളറ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. നല്ല ഡയമണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈനൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വെറുതെ ഗ്രാനൈറ്റ് ഇടണുള്ളൂ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ടൈൽ ഒട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ ഗം യൂസ് ചെയ്യുക. വലിയ ടൈല് 2-4 മുതൽക്കുള്ള ടൈലുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഗമ്മ് യൂസ് ചെയ്യുക. ഗമ്മ് പറഞ്ഞാൽ ഫുൾ ഗമ്മല്ല, ഇത് നമ്മൾ ചെറുതായിട്ട് ബട്ടർ ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഒരു പിടുത്തം, ഒരു എയർ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കണത്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഇത് ചെയ്തു നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളിതെല്ലാം പച്ചക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഗമ്മ് ഒട്ടിക്കുക പറഞ്ഞാൽ ഫുള്ള് ഗമ്മിലല്ല നമ്മൾ ചെയ്യണത്. സാധാരണ നമ്മൾ പരിക്കനൊക്കെ മെഴുകിയതിന് ശേഷം ഇതുപോലെ ഗ്രൗട്ട് സിമൻറ്റ് പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗമ്മ് ബാക്കിൽ ബട്ടർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ ഫുള്ള് ഗമ്മല്ല നമ്മളിതിൽ പറയണത്. ഫുള്ള് ഗമ്മാകുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അത് താങ്ങിയെന്ന് വരില്ല, അതിൻ്റെ റേറ്റും കാര്യത്തിന്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ഒരു 1000 സ്ക്വയർ ഫീറ്റൊക്കെ വരുമ്പോൾ ഒരു 10 ബാഗൊക്കെ എടുത്തതിന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചിലവ് ചുരുക്കിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് 2-4 അടിപൊളി ഒരു വുഡൻ ടൈപ്പ് ടൈലാണ്, പക്ഷെ ഗ്ലോസിയാണ്, നന്നായിട്ടുണ്ട് കേട്ടോ വിരിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം ഈ വിരിച്ചതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ ആരോ നോക്കിയിട്ടാണ് നമ്മൾ ആരോ മാർക്കുണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ ടൈലുകൾ ഇതിൽ കറക്റ്റായിട്ട് വെക്കണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫ്ലോറിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾക്ക് അറിയുന്ന അറിവ് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഹാളിൽ നമ്മൾ സ്പേസർ ഇടുകയാണ്, അതുപോലെ തന്നെ മറ്റേ റൂമുകളിലൊക്കെ നമ്മൾ സ്പേസർ ഇട്ടിട്ടില്ല. ബാക്കി ഒരു ഭാഗത്തേക്ക് സ്പേസർ ഇല്ലാണ്ടാണ് ചെയ്യണത് കേട്ടോ, ഹാള് മാത്രം. അപ്പോൾ അവർക്ക് എപ്പോക്സിൻ്റെ ചിലവ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഈ ഹാളിൽ മാത്രം സ്പേസർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ടൈല് നല്ല ഇത് സ്ക്വയർ ഫീറ്റ്, ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കേട്ടല്ലോ കേട്ടോ, ഒരു 39 രൂപ കൊടുത്തിട്ട് വാങ്ങിയ സാധനമാണ്. നല്ല പെർഫെക്റ്റ് സാധനം കേട്ടോ. 8 mm തിക്കൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ബെൻഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബെൻഡ് കാര്യങ്ങളുള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ.
സാധാരണ നമ്മൾ 80-70 കൊടുത്തിട്ട് എടുക്കണതിൽ വരുന്ന അതേ ബെൻഡിൻ്റെ സംഗതി തന്നെ ഇതിലും വരുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഈ 39 രൂപ റേറ്റ് പറഞ്ഞിട്ട് അത്രക്ക് മോശമായിട്ടുള്ള ടൈലല്ലത്. നല്ല ഒരു ഭംഗി തന്നെ ഉണ്ട് കേട്ടോ ടൈലിന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക്സ്. Continue. പീസ് കാണിച്ചു കൊടുക്കുക. ആൾക്കാരുണ്ട് ഈ ലൈവ് നമ്മൾ വരുമ്പോഴേ നമുക്ക് നിറയെ വ്യൂസും കിട്ടും, സബ്സ്ക്രൈബർ എല്ലാം കിട്ടും, വാച്ചവർ കിട്ടി കള്ള ഐഡിയകളാണ്. നിങ്ങൾ വന്ന് കമന്റ് ഇതിന് ഒഴിവാക്കി പോകാം. നമുക്ക് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
നമുക്കെല്ലാം കുറെ എഴുതി വിടുക അവര്. അപ്പൊ നേരത്തെ എടുത്തോണ്ട് വന്ന് കേറി ഇന്നലെ അതേപോലെ എടുത്തേ. ചിലവന്മാർക്ക് ഭയങ്കര ഇതായിരിക്കും അസൂയകള്, മനസ്സിലായി? അതിനെ കൊണ്ടൊന്നും കയ്യൂല്ല. ചില ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. തെരു പറയണമാര് പണി തൊട്ടില്ല കാണിക്കുന്നു. ആ പണി തുറയില്ലാണ്ട് പെണ്ണുങ്ങളുടെ ദൈവമാണെന്ന് ഇരിക്കേ. Yeah.